Prayer. Dear God, thank you for this new day. Help us to learn and grow. Bless our teachers and friends. Make us kind and honest, but with us all through the day. Amen. Sign in. Good morning, ma'am, and my dear friends. Welcome today's class. I am very happy to see of all of you. Here we are going to start new day of learning together. I warmly welcome our dear teacher and my dear classmates. Let's learn, listen, and enjoy this class with happiness and curiosity. Thank you. Good morning, everyone. I am Shruti Suresh, and today's thought. To overcome fear is the quickest way to gain your self confidence. ആത്മവിശ്വാസം നേടാനുള്ള ഏറ്റവും വേഗമറി വേഗമേറിയ മാർഗം ഭയത്തെ മറികടക്കുക എന്നുള്ളതാണ്. താങ്ക് യു.
Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Okay, നിങ്ങളുടെ prayer yes. കഴിഞ്ഞോ prayer എല്ലാം കഴിഞ്ഞോ prayer sign in dot 43 yes. Okay, fine. Last ക്ലാസ്സിൽ നമ്മൾ എവിടെയായിരുന്നു? എന്ത് പറ്റി പെട്ടെന്ന് എന്നെ കണ്ട ഷോക്ക് വല്ലതാണോ? മാം ലാസ്റ്റ് ക്ലാസ്സിലെ പവർ ഓഫ് അറ്റൻഷനിൽ ആ ഒരു അത് മൊത്തം കംപ്ലീറ്റ് ചെയ്തു. പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ അല്ലേ? ഓക്കെ, റൈറ്റ്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ വായിച്ചു നോക്കിയോ? ഇനി എടുക്കാൻ പോകുന്ന പോർഷൻ വായിക്കോ അതോ എടുത്ത പോർഷൻ വായിക്കോ എന്തെങ്കിലും ചെയ്തോ? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. യെസ് പ്ലീസ് പറയൂ. നോ മാം. നോ പ്രോബ്ലം. വേറെ ഒന്നും കൊണ്ടല്ല, ഇച്ചിരി ഒരു ലാംഗ്വേജ് ഇത്തിരി ഡിഫറെന്റ് ആണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഡെവലപ്മെന്റും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ്. ബട്ട് നമുക്കതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കിയാൽ മതി. കാരണം കുട്ടികൾ നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വീട്ടിലോ നമ്മുടെ ചുറ്റുപാട് നൈബർഹുഡിലൊക്കെ ഉള്ള കുട്ടികളുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. നിങ്ങളൊരു അസസ്മെന്റ് ടൂൾ എന്നുള്ള രീതിയിൽ ഒരു ബുക്ക് നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫൈൻഡിങ്സ് ഒക്കെ അതിലേക്ക് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്തായിരുന്നു ടീച്ചേഴ്സ്? യെസ് മാം, അശ്വതി മാം എടുത്തു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് അസൈൻമെന്റ് തന്നിരുന്നു. ഇല്ല മാം. മാം തന്നിട്ടില്ല. 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ ഫൈൻ. ആക്ച്വലി ആ ക്വസ്റ്റ്യൻസ് PG സ്റ്റുഡൻസിന് ആണ് കൊടുക്കാറ്. ബട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് അത് രണ്ടുപേർക്കും നൽകണം, ലൈക്ക് ഡിപ്ലോമ ആൻഡ് PG കമ്പൈൻഡ് ആയിട്ട് നൽകണം എന്നുണ്ട്. കാരണം നമ്മളുടെ മോഡ്യൂൾ 4 and 5 ആണ് PG-കാരുടെ 2 സബ്ജക്റ്റ്. അതിലെ കുറച്ച് കാര്യങ്ങൾ പാർട്ട് 4 ശരിക്കും പറഞ്ഞാൽ പാർട്ട് 4 കാര്യമായ അതൊന്നും ആ മോഡ്യൂളിലില്ല. അപ്പൊ ഈ അസൈൻമെന്റും കൂടി എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഒരു സ്കൂള്, ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എങ്ങനെയായിരിക്കണം, ഒരു സ്കൂൾ തുടങ്ങാൻ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ റെഫർ ചെയ്യണം, പിന്നെ നല്ലൊരു പ്രീ സ്കൂൾ ടീച്ചറിന്റെ ക്വാളിറ്റീസ് എന്തായിരിക്കണം, പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന ടീച്ചേഴ്സിനെ പറ്റി, നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഒരു ടീച്ചർ, ഞാനൊരു ടീച്ചർ ആയാൽ അതുപോലെ ആകണം എന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ടാവില്ലേ ചെറുപ്പത്തില്, അത്. പിന്നെ അതുപോലെ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചർമാരുണ്ട്, അവരെ കുറിച്ചൊക്കെ എഴുതാനുണ്ട്. ഇത് അസൈൻമെന്റ് എഴുതുന്നതിനൊപ്പം വേൾഡ് ഫേമസ് ടീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ അത് പ്രസന്റ് ചെയ്തായിരുന്നു മാം ഒരു പ്രാവശ്യം. ആണോ? സെമിനാർ എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ ഫൈൻ. സോ ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടില്ല ഈ അസൈൻമെന്റിന്റെ. തന്നിട്ടില്ല. സോ ഐ ഷെയർ ദ ക്വസ്റ്റ്യൻസ്. ആൻഡ് വേറൊരു കാര്യം, അത് നത്തിങ് റിലേറ്റഡ് വിത്ത് സബ്മിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അതായത് നമ്മുടെ കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, കോ കരിക്കുലർ ആക്ടിവിറ്റിയാണ്. ഞാൻ പറഞ്ഞോ എന്നറിയില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബാച്ചിന്റെ ഒരു മാഗസിൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. അത് പറഞ്ഞായിരുന്നു മാം. അങ്ങനെ എല്ലാ ബാച്ചൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ബാച്ച്, 5th ബാച്ച്, 8th ബാച്ച് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ കോൺവെക്കേഷൻ വരുന്ന സമയത്ത് അത് പ്രസന്റ് ചെയ്യാറുണ്ട്, നമുക്കൊരു കോപ്പിയും തരാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, എല്ലാവർക്കും പറ്റും. അതൊരു ടീം വർക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ടീമിന്റെ സ്പിരിറ്റ് ഒക്കെ അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഓക്കെ ഫൈൻ. സോ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഷെയർ ചെയ്യാം അസൈൻമെന്റിന്റെ. ഞാൻ എന്റെ അസൈൻമെന്റ് ഒന്ന് എടുത്തോട്ടെ.
ഞാൻ ഇതുപോലെ ഒരൊറ്റ ബുക്കിലാണ് ഈ അസൈൻമെന്റ് എഴുതിയത്. എനിക്ക് 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല, അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 15-16 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് റെലവെന്റ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതുപോലുള്ള ഒരു ബുക്കാണ് ഞാൻ സെലക്ട് ചെയ്തത്. സാധാരണ കോളേജ് നോട്ട് ബുക്കിന്റെ ഒരു 3/4 വരുള്ളൂ, പേജസ് കുറവാണ് കേട്ടോ. എനിക്ക് ആ ബുക്ക് ഫുൾ വേണ്ടി വന്നു. നിങ്ങൾ എടുത്തിരിക്കുന്ന നിങ്ങളുടെ അസൈൻമെന്റ് ബുക്കിൽ മോർ പേജസ് ഉണ്ടെങ്കിൽ അതിൽ എഴുതാം, നോ പ്രോബ്ലം. ഫസ്റ്റ് വൺ ബുക്ക് റീഡിംഗ് ആൻഡ് റിവ്യൂ റൈറ്റിംഗ് ആണ്. ഇതിന് വേണ്ടിയിട്ട് ഓടിപ്പോയി ആ ടോപ്പിക് വരുന്ന ബുക്ക് പർച്ചേസ് ചെയ്യൊന്നും വേണ്ട. ഞാൻ ചെയ്തത് പറയാം. ഞാൻ ഗൂഗിൾ ചെയ്തു ഈ ബുക്കിന്റെ ടൈറ്റിൽ, മീൻസ് ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ എഴുതുന്നത്. സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് സ്കൂൾ മാനേജ്മെന്റ് ആണ്. ഞാനത് ഗൂഗിൾ ചെയ്തപ്പം എനിക്ക് കുറെ ഓതേഴ്സിന്റെ ബുക്സ് കിട്ടി. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഈ ആമസോണിൽ നിന്നൊക്കെ ഓൺലൈൻ ബുക്ക് പർച്ചേസ് ചെയ്യാൻ നേരത്ത് അതിൽ കുറച്ച് ഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് വായിക്കാനായിട്ട് തരും. കാരണം നമുക്ക് ജസ്റ്റ് അത് വായിച്ചിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതിയല്ലോ. ആമസോൺ മാത്രമല്ല, ഏതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും മിക്കവാറും നമ്മളൊരു ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ബ്രീഫിംഗ് കിട്ടും, അതിന്റെ ഒരു കണ്ടന്റ്സിനെ കുറിച്ച്. നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം വാങ്ങാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇത് സെർച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ബ്രീഫിംഗ് കിട്ടും. പിന്നെ ചില ആളുകള് ഈ ബുക്ക് വായിച്ചിട്ട് താഴെ കമന്റ്സിൽ അവരുടെ റിവ്യൂ എഴുതിയിട്ടുണ്ടാവും. അതിൽ നിന്നും കുറെ ഡേറ്റാസ് കിട്ടും. ഈ 2 ഡേറ്റ വെച്ചിട്ടാണ് ഞാനിത് എഴുതിയത്. ഓക്കെ, സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ള ടോപ്പിക്കാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇതിന്റെ ഓതർ കുൽബീർ സിംഗ് സിദ്ധു ആണ്. ഈ ബുക്കിന്റെ അകത്ത് മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചും സ്കൂൾ ഓർഗനൈസേഷനെ കുറിച്ചും കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് കുട്ടികളുടെ റൈറ്റ്സിന് ഓതർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യണം, അവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ടാവണം, ഫിസിക്കൽ എഡ്യൂക്കേഷനും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ കുട്ടികളുടെ ആ ഒരു ഇത് ഫോക്കസ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ സ്കൂൾ എഴുതിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് പണിഷ്മെന്റും റിവാർഡും പ്രോപ്പർ ടൈമിൽ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇതിൽ പറയുന്നത്. പിന്നെ സ്കൂളിന്റെ ബാക്ക്ഗ്രൗണ്ട്, പ്രിമൈസസ്, പ്രസന്റ് പൊസിഷൻ, ബിൽഡിംഗ്, എക്യുപ്മെന്റ്സ്, മെയിൻ്റനൻസ്, റിപ്പയർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു പുതിയതായിട്ടൊരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് നല്ലൊരു റെഫറൻസ് ആണ് ഈ ബുക്ക്. പിന്നെ ഹെഡ് മാസ്റ്ററുടെ ഇമ്പോർട്ടൻസും ഹെഡ് ടീച്ചേഴ്സിന്റെ ഇമ്പോർട്ടൻസും അവരുടെ ക്വാളിറ്റീസും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈം ടേബിൾ, പല രീതിയിലുള്ള ടൈം ടേബിളിന്റെ പ്രസന്റേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസ് ഇതിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പ് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും നല്ലൊരു റെഫറൻസ് ആണ് ഈ ബുക്ക്. പിന്നെ ഇവാലുവേഷൻ, അസസ്മെന്റ്, ഇതെല്ലാം സ്കൂളിൽ എങ്ങനെ നടത്തണം, സൂപ്പർവിഷനെ കുറിച്ചും ഇൻസ്പെക്ഷനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഓവറോൾ ഇറ്റ് ഇസ് എ ഗുഡ് for those who wish to start a school and for those who are working with any school. അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് എഴുതി വെച്ചാട്ടോ. ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്തു. എനിക്ക് ഏകദേശം ഒരു 1.5 പേജ് കഷ്ടി, അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഓരോ പാരഗ്രാഫ് കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഏകദേശം എനിക്ക് അത്രയും വേണ്ടി വന്നു. അടുത്ത പേജിൽ ഇവിടം വരെ വേണ്ടി വന്നു. അത്രയൊക്കെ മതിയാവും, ജസ്റ്റ് നമുക്ക് ആ ബുക്കിന്റെ ഒരു കണ്ടന്റ് കിട്ടിയാൽ മതി. സെക്കൻഡ് ബുക്ക് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ളൊരു ടൈറ്റിലുള്ള ഒരു ബുക്കായിരുന്നു. അതിന്റെ ഓതേഴ്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് അറിയില്ല, എം ഡാഷ് ആൻഡ് നീന ഡാഷ് എന്നും പറഞ്ഞിട്ടുള്ള 2 പേരായിരുന്നു. അപ്പൊ അതില് സ്കൂൾ മാനേജ്മെന്റിനെ കുറിച്ച്, കാരണം ബുക്ക് അത് തന്നെയാണല്ലോ, സ്കൂൾ മാനേജ്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഹെഡ് മാസ്റ്ററുടെ ഇമ്പോർട്ടൻസ്, ടീച്ചർമാരുടെ റോൾ, പിന്നെ ടൈം ടേബിൾ, റിപ്പോർട്ട് കാർഡ്, അറ്റൻഡൻസ് രജിസ്റ്റർ, പിന്നെ ടീച്ചറിന്റെ സ്റ്റുഡൻസിന്റെ 2 പേരുടെയും അറ്റൻഡൻസ് രജിസ്റ്റർ, ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. BEd സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആണ്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ BEdന് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു റെഫറൻസ് ബുക്കാണിത്. സ്കൂൾ മാനേജ്മെന്റിന്റെ വേരിയസ് റിസോഴ്സിനെ കുറിച്ചുമെല്ലാം ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ നമ്മുടെ ഇന്ത്യയിലെ അക്രോസ് ഇന്ത്യയിലെ പല സ്കൂളുകളിലെ മാനേജ്മെന്റിനെ കുറിച്ച് ഈ ബുക്കിൽ പറയുന്നുണ്ട്.
എങ്ങനെയൊക്കെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. അതായത് പല എഡ്യൂക്കേഷൻ ബോർഡുകളുണ്ടല്ലോ, സ്റ്റേറ്റ് ബോർഡ്, CBSE, ICSE എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡുകളുണ്ട്. അതിനെ പറ്റിയും ഡിപ്പാർട്ട്മെന്റും എഡ്യൂക്കേഷണൽ ഏജൻസീസിനെ പറ്റിയും സ്കൂൾ മാനേജ്മെന്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്ട്ലി ആയിട്ടും കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളെ കുറിച്ചുമെല്ലാം ഈ ബുക്കിൽ പറയുന്നുണ്ട്. അത് എനിക്ക് ഒരു പേജേ ഉണ്ടായിരുന്നു കേട്ടോ, കൂടുതലായിട്ടൊന്നും എനിക്ക് ആ ബുക്കിനെ പറ്റി കിട്ടിയില്ല. നെക്സ്റ്റ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കായിരുന്നു. അതിന്റെ ഓതർ SK കൊച്ചാർ. എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ളവർക്ക് ഈ ബുക്ക് നല്ലൊരു റെഫറൻസ് ആണ്. സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഇതിനെയെല്ലാം പറ്റി നല്ല രീതിയിൽ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിലും മാനേജ്മെന്റിലും വരുന്ന പല ചലഞ്ചസിനെ എങ്ങനെ ഫേസ് ചെയ്യാം, അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഈ ബുക്കിൽ പറയുന്നുണ്ട്. ഹെഡ് മാസ്റ്ററുടെ റോള്, ടീച്ചേഴ്സിന്റെ റോള്, സ്റ്റുഡൻസിന്റെ റോള് എല്ലാം ഇതിനകത്ത് കൂടുതലായി പറയുന്നു. പിന്നെ സ്കൂളിലെ മറ്റ് ഫെസിലിറ്റീസ്, ലൈബ്രറി, ഓഫീസ് അതിനെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് നല്ലൊരു ഗൈഡാണ്. പിന്നെ സ്കൂളിന്റെ കരിക്കുലം അങ്ങനെയുള്ള കാര്യത്തെ പറ്റിയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ളത് ഇതിനകത്ത് വളരെ എൻഹാൻസ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും യോഗയെ കുറിച്ച് ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അതാണ് ഈ ബുക്കിൽ നിന്നും എനിക്ക് കിട്ടിയ കുറച്ച് ഡീറ്റെയിൽസ്. അതും എനിക്കൊരു പേജേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇപ്പം ബുക്സ് ഒന്നും വാങ്ങണ്ടേ, ഇതൊരു ബാച്ചിങ്ങനെ നയനിലാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷവും തോന്നി. കാരണം അത്രയും സിൻസിയർ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കണ്ടിട്ടേ എന്നെ കുട്ടിയുടെ അച്ഛനാണ് വിളിക്കുന്നത്. ബുക്ക് സ്റ്റാളിൽ നിന്ന് വിളിക്കുക, ഏത് ബുക്ക് വാങ്ങണം എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വാങ്ങണ്ട, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അത്രയും മതിയല്ലേ എന്നും പറഞ്ഞിട്ട് ആ കുട്ടിയുടെ അച്ഛൻ പാരന്റ് ഭയങ്കര താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് മോഡൽസ് ഓഫ് ടൈം ടേബിൾസ്. ഇത് പലർക്കും പല കൺഫ്യൂഷൻസ് വന്നു. ഞാൻ ചെയ്തൊരു മെത്തേഡ് പറഞ്ഞുതരാം. മോഡൽസ് ഓഫ് ടൈം ടേബിൾസ്, അതായത് നമ്മൾ കുട്ടികളുടെ ടൈം ടേബിൾ എഴുതണം, ടീച്ചറുടെ ടൈം ടേബിൾ എഴുതണം. ടീച്ചറുടെ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ടീച്ചർ ഏതൊക്കെ ക്ലാസ്സിൽ പോകുന്നു എന്നുള്ള ടൈം ടേബിൾ അല്ലെ. ഇനി പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ എഴുതണം. അപ്പൊ പ്രിൻസിപ്പളിന്റെ ടൈം ടേബിളിലായിരുന്നു എല്ലാവർക്കും കൺഫ്യൂഷൻ. കാരണം പ്രിൻസിപ്പൾ PTA മീറ്റിങ്ങിന് പോകുന്നു, ട്രെയിനിങ്ങിന് പോകുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ എഴുതിയ ടൈം ടേബിൾ ഞാൻ പറയാം. ഞാൻ കുട്ടികളുടെ ടൈം ടേബിൾ എഴുതി. ഞാൻ KG സ്റ്റുഡൻസ് മാത്രം എന്നുള്ള രീതിയിലാണ് ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. ഞാൻ എഴുതിയ ടൈം ടേബിളിൽ 6 പീരീഡേ ഉള്ളൂ. ഇപ്പൊ 8 പീരീഡ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. ടൈം പീരീഡ് കുറച്ചിട്ട് 8 പീരീഡ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ ഞാൻ അന്ന് എഴുതിയപ്പോൾ 6 പീരീഡ് ആയിരുന്നു. മോർണിംഗ് സെഷനിൽ 3 പീരീഡും ആഫ്റ്റർനൂണിൽ അഗെയിൻ 3 പീരീഡ്. ഈ ഒരു രീതിയിലാണ് ഞാൻ ടൈം ടേബിൾ എഴുതിയത്. ഒരു ഗ്ലെയർ അടിക്കുന്നു, വെയില് ഭയങ്കരമായിട്ട്, അത് കാണാൻ പറ്റുന്നത് അറിയില്ല. പിന്നെ ലൈൻ ഇട്ട ബുക്കിലായതുകൊണ്ട് ഇച്ചിരി പാടായിട്ട് നമ്മുടെ കുട്ടികളുടെ ടൈം ടേബിൾ എടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ KG കുട്ടികൾക്ക് ആയതുകൊണ്ട് എന്റെ സബ്ജക്ട്സ് അതിനനുസരിച്ച്, കാരണം ഇത് ചെയ്യുന്ന സമയത്ത് എന്റെ മോൻ LKG മറ്റായിരുന്നു തോന്നുന്നു. മാത്സ്, മലയാളം, ഹിന്ദി, GK, IT, പിന്നെന്താ കേഴ്സീവ് റൈറ്റിംഗ്, കളറിംഗ്, പ്ലേ, സ്റ്റോറി, ഡാൻസ്, മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു ഇതില് കേട്ടോ. അപ്പൊ അങ്ങനെയായിരുന്നു ഞാൻ ടൈം ടേബിൾ ചെയ്തത്. 5 ദിവസം, മൺഡേ ടു ഫ്രൈഡേ, സെയിം ക്ലാസ്സിലേക്ക് പോകുന്ന ടീച്ചർ എന്നുള്ള രീതിയിലാണ് ഞാൻ ടീച്ചേഴ്സ് ടൈം ടേബിൾ എഴുതിയത്. അപ്പോ അവിടെ LKGക്ക് 2 സെഷൻസ് ഉണ്ട്. LKG 1ഉം LKG 2ഉം, UKGയും 2 ഉണ്ട്. UKG 1ഉം UKG 2ഉം. അപ്പൊ ടീച്ചർ ഒരു ദിവസം 6 പീരീഡില് 5 പീരീഡ് ക്ലാസ്സിൽ പോകുന്നതായിട്ട് ഞാൻ എഴുതി. അപ്പൊ അതില് ഒരു ക്ലാസ്, 4 ക്ലാസ് അല്ലേ ടോട്ടൽ വരുള്ളൂ, ഒരു ക്ലാസ്സിൽ 2 തവണ പോകുന്നതായിട്ട് അങ്ങനെ രീതിയിൽ ടൈം ടേബിൾ ഇട്ടു. LKG 1 അപ്പം മൺഡേ ഫസ്റ്റ് പീരീഡ് LKG 1, LKG 2, UKG 1, പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് UKG 2 4th പീരീഡ്, പിന്നെ 5ാമത്തെ പീരീഡ് ആ ടീച്ചർക്ക് ബ്രേക്ക്, പിന്നെ ലാസ്റ്റ് പീരീഡ് LKG 1. ആ ഒരു രീതിയിൽ ടൈം ടേബിൾ ഇട്ടു. അപ്പൊ എല്ലാ ദിവസവും ടീച്ചർക്ക് ഒരു പീരീഡ് ബ്രേക്ക് ആയിട്ട് 5 പീരീഡ് ഒരു ദിവസം വർക്കിംഗ് ഡേ അങ്ങനെയുള്ള രീതിയിൽ കൊടുത്തു. എല്ലാ ക്ലാസ്സിലും ഒരു തവണയെങ്കിലും പോയിട്ടുണ്ട്, ഒരു ക്ലാസ്സിൽ 2 പ്രാവശ്യം എന്നുള്ള രീതിയിൽ ആക്കിയിട്ടു. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത് പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതും ഞാൻ KGന്ന് മാത്രം, ഇതേ കുട്ടികൾ ഇതേ ടീച്ചേഴ്സിന്റെ പ്രിൻസിപ്പൾ, ആ ഒരു രീതിയിലാണ് ഞാൻ ടൈം ടേബിൾ ഇട്ടത്. അപ്പൊ നമുക്ക് 4 ക്ലാസ്സസ് ഉണ്ടല്ലോ, LKG 1ഉം LKG 2ഉം, പിന്നെ UKG 1ഉം UKG 2ഉം. അപ്പൊ ഇത് അവിടെ ടീച്ചർമാരും പോകണം. അപ്പൊ ഞാൻ ടോട്ടൽ 6 ടീച്ചേഴ്സ് ഉണ്ടെന്നുള്ള രീതിയിൽ എഴുതി. 4 ക്ലാസ്സുകൾ, ടോട്ടൽ 6 ടീച്ചർമാര്, ഒരു പീരീഡ് 4 ടീച്ചർമാര്
എൻഗേജ്ഡ് ആയിരിക്കും, 2 പേരും ഫ്രീ ആയിരിക്കും. ആ ഒരു രീതിയിൽ 6 ടീച്ചേഴ്സ് എന്ന് എഴുതി. നിങ്ങൾക്ക് 6 or 8 ആക്കാം. അത് ഇച്ചിരി കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഒരു പീരീഡ് നോക്കിക്കോളൂ, അപ്പൊ പിടികിട്ടുമായിരിക്കും. ഇത് അന്ന് പെൻ കൊണ്ടൊക്കെ എഴുതിയതല്ലേ, ഇത്രയും വർഷമായില്ലേ, അതൊരു ഫെയ്ഡായ പോലെയായി. പിന്നെ വരയിട്ട ബുക്കും കൂടെ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാട്ടോ. ടീച്ചർമാർക്കെല്ലാം ഞാൻ T1, T2, T3, T4, T5, T6 എന്ന പേര് കൊടുത്തു. എന്നിട്ട് LKG 1, LKG 2 ഒരേ സമയത്ത് ഒരു ടീച്ചർ 2 ക്ലാസ്സിൽ വരാത്ത രീതിയിൽ ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്തു. ഓക്കെ, അറ്റ് എ ടൈം 2 ടീച്ചേഴ്സ് ഫ്രീ ആയിരിക്കും. അപ്പൊ ആ രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. ഇച്ചിരി പണി എടുക്കേണ്ട വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ടീച്ചർമാർക്കും ഈക്വൽ ടൈം പീരീഡും അങ്ങനെ എല്ലാ ക്ലാസ്സും എൻഗേജ്ഡും ആക്കേണ്ട വന്നു. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ആക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ആക്കാൻ നോക്കൂ. ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ എഴുതി. അപ്പൊ ടൈം ടേബിൾ 3 ടൈപ്പ് ടൈം ടേബിൾ ആണ് എഴുതിയത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. നെക്സ്റ്റ്, വിസിറ്റ് എ പ്രീ സ്കൂൾ വർക്കിംഗ് ഇൻ ഗുഡ് വേ ആൻഡ് റൈറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദാറ്റ് സ്കൂൾ. അത് ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിനെ പറ്റി എഴുതാം. ഇനി അതല്ല, ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്കൂളിനെ പറ്റി എഴുതാം. ഇനി അതും ഇല്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുമായിട്ട് എന്ത് കണക്ഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ, അതിനെ പറ്റി എഴുതാം. അതും ഇല്ല എങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്കൂളിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കുമല്ലോ, സോ അതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതും പ്രീ സ്കൂളിനെ പറ്റിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് മേക്കിംഗ് എ FAQ, അതായത് മേക്ക് എ ലിസ്റ്റ് ഓഫ് ഫ്രീക്വന്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ഫോർ എ ന്യൂലി സ്റ്റാർട്ടിംഗ് സ്കൂൾ. പുതുതായിട്ടൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അവിടെ കുട്ടികളെ ചേർക്കാൻ വരുന്ന പാരന്റ്സിന് കുറെ കൺസേൺസ് ഉണ്ടാവൂലേ, അവർക്ക് കുറെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അവരത് എന്തൊക്കെയായിരിക്കാം അവർ ചോദിക്കുന്നത്, ആ രീതിയിൽ നിങ്ങൾ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസും തയ്യാറാക്കുക, അതിന് ആപ്റ്റായിട്ടുള്ള ആൻസേഴ്സും തയ്യാറാക്കുക. ഞാനൊരു 12 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് വിത്ത് ആൻസേഴ്സ്. അപ്പൊ ഞാനതൊന്ന് വായിക്കാം, അപ്പൊ ഒരു ഐഡിയ കിട്ടുമായിരിക്കും. വാട്ട് ഈസ് ദ ടൈമിംഗ് ഓഫ് ദ സ്കൂൾ? 10 AM to 3 PM. ആൻസർ, വെദർ കൺവേയൻസ് ഈസ് പ്രൊവൈഡിങ്? യെസ്. ഹൗ മെനി വർക്കിംഗ് ഡേയ്സ് പെർ വീക്ക്? 5 days per week, Monday to Friday. Is there uniforms? Yes. From where we will get uniforms? A school will provide uniforms for every kid. Is there only one uniform? No, Wednesday we have different type of uniform. Other 4 days, same color uniforms which will be given in 2 pairs. What are the other materials the children have to bring? Children should bring bag, lunch, water bottle, snacks and umbrella if needed. What about textbooks and notebooks? All the books will be provided from the school itself. Is there any extracurricular activities? Yes, dance and music. What is the fee structure? Fees details are given in the brochure itself. If any doubt, can contact the telephone number given in the brochure. Is there any evaluation? Yes, weekly and monthly evaluations are there. Is there any PTA meeting? Yes, monthly there is PTA meeting. ഇത്രയാണ് ഞാൻ എഴുതിയ FAQ ലിസ്റ്റിൽ വരുന്നത്. നിങ്ങൾക്ക് അതിനനുസരിച്ച് എഴുതാം കേട്ടോ. ഇത് 4ാമത്തെ ക്വസ്റ്റ്യൻ വരെ മനസ്സിലായെന്ന് വിചാരിക്കണം. റൈറ്റ് അബൌട്ട് ഗുഡ് പ്രീ സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് ദെയർ ക്വാളിറ്റീസ്, മിനിമം 3 persons. ഇത് നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്നതിനെ പറ്റിയാണ് കേട്ടോ. ഞാൻ പേഴ്സണലി എന്നുള്ളതോടെ എഴുതിയില്ല, എന്നാലും ഓർത്തോളൂ. പ്രീ സ്കൂൾ ടീച്ചേഴ്സ് എന്നാണ് ഞാൻ എഴുതിയേക്കണേ. ഇനി പ്രീ സ്കൂൾ ടീച്ചർ തന്നെ ഓർമ്മയില്ല, അങ്ങനെ എഴുതാൻ അങ്ങനെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത ഏത് ടീച്ചർമാരെ പറ്റി എഴുതാം. ഞാൻ എഴുതിയ 3 പേരുടെ ഞാൻ എഴുതാം. പറയാം. ഞാൻ ഫസ്റ്റ് എഴുതിയത്, ഞാനൊരു മോണ്ടിസോറി സ്കൂളിലാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തത്. അതിനുശേഷം അവിടെ ഒരു 1 year വർക്ക് ചെയ്തിരുന്നു അവർ പറഞ്ഞിട്ട്. അവിടത്തെ ഞങ്ങളുടെ ഡയറക്ടർ ഒരു മെയിലായിരുന്നു, അജി സാറിനെ കുറിച്ചായിരുന്നു ഞാൻ എഴുതിയത്. ഒറ്റ പേജ്, ഒരു പേജേ ഉള്ളൂ, 2 പാരഗ്രാഫായിട്ട് എഴുതി. പിന്നെ എഴുതിയത് എൻ്റെ മോനെ LKG പഠിപ്പിച്ച സിസ്റ്റർ ആൻഡ്രീത്തിയെ കുറിച്ചായിരുന്നു എഴുതിയത്. പിന്നെ എഴുതിയത് എന്നെ നഴ്സറി പഠിപ്പിച്ച കനക ടീച്ചറെ കുറിച്ചായിരുന്നു എഴുതിയത്. ഇതായിരുന്നു എൻ്റെ 3 പേര്. നിങ്ങൾക്ക് അത് എഴുതാം. പിന്നെ റൈറ്റ് അബൌട്ട് ദ ക്വാളിറ്റീസ് ഓഫ് എ പ്രീ സ്കൂൾ ടീച്ചർ. ഒരു പ്രീ സ്കൂൾ ടീച്ചറിന്റെ ക്വാളിറ്റീസ് അത് എഴുതണം. ഇത് ഞാൻ ഏകദേശം
കുറേ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കാരണം കുറേ പേര് മനസ്സിൽ വന്നിട്ടുണ്ട്. പ്രീ സ്കൂൾ മാത്രമല്ല, നമ്മളെ പഠിപ്പിച്ച പല പല ടീച്ചേഴ്സും നമ്മൾ അവരിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ റിഫ്ലക്ഷനും ഒക്കെ വെച്ചിട്ട് കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ള ടീച്ചേഴ്സിനെയും ഒക്കെ വെച്ചിട്ട് കുറെ എഴുതി. പിന്നെ ഒരു 4 പേജസും പിന്നെ ഒരു ഹാഫ് പേജും കൂടെ, അങ്ങനെ കുറെ ഉണ്ടായിരുന്നു എനിക്ക് എഴുതാനായിട്ട്. പ്രീ സ്കൂൾ ടീച്ചേഴ്സിന്റെ കാര്യങ്ങൾ, അവർക്ക് വാംത്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഗുഡ് അറ്റ് ഹേർട്ട്, അതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ മെന്റൽ കൺട്രോൾ ഉണ്ടായിരിക്കണം. She should have the capacity to control 5 external and 5 internal senses and thereby control over her mind. പിന്നെ ഈ ഒരു പ്രൊഫഷനോട് നല്ലൊരു ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഉള്ള ഒരാളായിരിക്കണം ഇതിൽ ജോയിൻ ചെയ്യേണ്ടത്. പിന്നെ ഫുൾ കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും ഉണ്ടായിരിക്കണം. പിന്നെ പാരന്റ്സിനെയും കുട്ടികളെയും മനസ്സിലാക്കാനായിട്ട് പറ്റണം ആ ഒരു ടീച്ചർക്ക്. പിന്നെ ഒരു എൻകറേജിങ് അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം, അവരെ സപ്പോർട്ട് ചെയ്യണം. കുട്ടികളുടെ റെസ്പെക്ട് ആണ്, റെസ്പെക്ട് കിട്ടാൻ അവരെ പേടിപ്പിച്ചിട്ടല്ല കുട്ടികളുടെ റെസ്പെക്ട് കിട്ടേണ്ടത്. അങ്ങനെ കുറെ കുറെ കാര്യങ്ങളില്ല, നമുക്ക് അനുഭവങ്ങളുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറെ കാര്യം എഴുതിയിട്ടുണ്ട്. ഞാൻ കുറെ ഒരു എസ്സേ പോലെയാണ് ഞാൻ എഴുതി വെച്ചത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, നോ പ്രോബ്ലം, പോയിന്റ് ആയിട്ടും എഴുതാം. എഴുതിയിട്ട് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയാലും മതിയോ? അങ്ങനെ എങ്ങനെയായാലും മതി, ഇറ്റ്സ് അപ് ടു യു. ഇത്രയും 4 പേജസ് ഒന്നും വേണമെന്നൊന്നുമില്ല. എനിക്കിങ്ങനെ കുറെ തോന്നിയ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചു. ഇതൊന്നും റെഫർ ചെയ്തിട്ട് എഴുതിയതല്ല കേട്ടോ, ഇതൊക്കെ തന്നെ താൻ എഴുതിയത്. കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് എന്ത് ചെയ്തേക്കണേ, teaching in a preschool can be tiring and stressful, but it is also incredibly rewarding in the end. ആ ഒരു പഠിച്ചു വന്ന കുട്ടി ലൈഫിൽ ഓരോന്നായി ഓരോരോ സ്റ്റേജസിലേക്ക് കടന്നു പോകും തോറും നമ്മളവർ ഓർക്കുണ്ടാവും. നമുക്ക് അതറിയുമ്പോൾ നമുക്കതൊരു ഭയങ്കര എന്തോ ഒരു അംഗീകാരം, ഒരു റിവാർഡ് കിട്ടിയ പോലെ തന്നെയായിരിക്കും. പിന്നെ ടീച്ചർ എന്നുള്ള ജോബ് ഈസി ആയിട്ട് കിട്ടുമായിരിക്കും, പക്ഷെ ടീച്ചിങ് ഇൻ എ പ്രീ സ്കൂൾ ഈസ് നോട്ട് ദാറ്റ് മച്ച് ഈസി. ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസസും ആവശ്യമാണ്. ബട്ട് എബോവ് ഓൾ ടീച്ചർ ഷുഡ് ഹാവ് ദി ക്വാളിറ്റീസ് ദാറ്റ് വിൽ മേക്ക് ഹർ പെർഫെക്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, ബയോഗ്രഫീസ് ഓഫ് വേൾഡ് നോൺ ബെസ്റ്റ് ടീച്ചേഴ്സ്. ഗീവ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ വിത്ത് ദ പിക്ചേഴ്സ്. 5 പേരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊക്കെ 10 പേരെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ ഒരാള്, നിങ്ങൾക്ക് 5 പേരിൽ ഒരാള് മറിയ മോണ്ടിസോറി ആയിരിക്കണം കേട്ടോ. എല്ലാരും മറിയ മോണ്ടിസോറിയെ പറ്റി എഴുതണം. ബാക്കി 4 പേരെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. മിനിമം 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എത്ര പേരെ വേണമെങ്കിലും എഴുതാം. ഞാൻ എഴുതിയത് ഫസ്റ്റ് എഴുതിയത് ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചായിരുന്നു. ഇതുപോലെ പിക്ചറും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിക്ചറിന്റെ നേരെ സ്പേസ് ഉള്ളിടത്ത് അദ്ദേഹം ജനിച്ച സ്ഥലവും ജനിച്ച ഡേറ്റും മരിച്ച സ്ഥലവും മരിച്ച ഡേറ്റും എഴുതിയിട്ടുണ്ട്. പിന്നെ ആനി സുലവിനെ കുറിച്ചാണ് എഴുതിയത്, നമ്മുടെ ഹെലൻ കെല്ലറുടെ ടീച്ചർ. പിന്നെ അരിസ്റ്റോട്ടിൽ, ഗ്രീക്ക് ഫിലോസഫർ അല്ലേ, വളരെ കുറെ BC കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന. പിന്നെ ഡോക്ടർ മറിയ മോണ്ടിസോറി, പിന്നെ ബുക്കർ ടി വാഷിംഗ്ടൺ, കൺഫ്യൂഷ്യസ്. അദ്ദേഹവും അരിസ്റ്റോട്ടിന്റെ ആ ഒരു കാലഘട്ടം, ആ ഒരു ടൈമിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചൈനീസ് ടീച്ചറായിരുന്നു. പിന്നെ നമ്മുടെ ഡോക്ടർ S രാധാകൃഷ്ണൻ, നമ്മള് സെപ്റ്റംബർ 5 അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണല്ലോ നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. പിന്നെ ലൂയിസ് ബ്രെയ്ലി, ബ്ലൈൻഡ് ആയിരുന്നു അദ്ദേഹം. ഫ്രാൻസിലാണ് അദ്ദേഹം ജനിച്ചത്. ബ്ലൈൻഡ് ആയിരുന്നു. അദ്ദേഹമാണ് ആ ബ്രെയ്ലി ലിപി അത് കണ്ടുപിടിച്ചത്. ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് അവർക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, റീഡിങ് റൈറ്റിംഗ്, അതിന് വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ബ്രെയ്ലി ലിപി. സോക്രട്ടീസ്, ഏതൻസിൽ ഉണ്ടായിരുന്നതാണ് സോക്രട്ടീസ്. സോക്രട്ടീസും BC ആ കാലഘട്ടത്തിലായിരുന്നു. ക്ലാസിക്കൽ ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു. പിന്നെ ഐസക് ന്യൂട്ടൻ ആണ് ലാസ്റ്റ്, 10ാമത്തെ ആള്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യാം. ഒരാള് മറിയ മോണ്ടിസോറി ആവുന്നേ ഉള്ളൂ. പിന്നെ ക്രിയേറ്റ് യുവർ ഓൺ ഡേ ടൈം ടേബിൾ. നിങ്ങളുടെ ദിനചര്യ അല്ലെ, ഡെയിലി റൊട്ടീൻ, അതാണ് കേട്ടോ. രാവിലെ എണീറ്റ് രാത്രി അതുവരെയുള്ള നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന നമ്മളുടെ കാര്യങ്ങൾ, അങ്ങനത്താണ് ഡെയിലി നമ്മുടെ ഒരു ഡേ ടൈം ടേബിൾ.
Next, what are the learning activities you provided in the teaching practice school? നിങ്ങൾ പോയ ടീച്ചിങ് പ്രാക്ടീസ് സ്കൂളിൽ നിങ്ങൾ എന്തെല്ലാം ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്തത്? ഇഫ് യു ഹാവിങ് സ്റ്റാർട്ടഡ് അറ്റ് വാട്ട് ഓൾ ആക്ടിവിറ്റീസ് യു ആർ പ്ലാനിങ് ഫോർ? നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഇനി പോകുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്നാണ് നിങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ ഉള്ളത്, അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. പിന്നെ റൈറ്റ് അബൌട്ട് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എൻവയോൺമെന്റ്. ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എൻവയോൺമെന്റ് എഴുതുക. ഞാനത് എഴുതുക മാത്രമല്ല അതിന്റെ പിക്ചേഴ്സും പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഞാൻ വെറുതെ ചെയ്തു എന്ന് മാത്രം. ഞാനത് മോണ്ടിസോറി സ്കൂളിന്റെ പിക്ചേഴ്സ് തന്നെയാണ്, ഞാൻ പോയ സ്കൂളിലെ പിക്ചറൊക്കെ ആയിരുന്നത്. അതാണ് അജി സാർ, സാറിന്റെ വൈഫാണ് ആ താഴെ ഇരിക്കുന്നത്, കാണിച്ചു. ഇത് സാറിന്റെ വൈഫാണ്. അത് ഇത്രയുമാണ് അസൈൻമെന്റ്. ഇതൊരു ബുക്കിൽ തന്നെ എഴുതുവാണെങ്കിൽ നന്നായിരിക്കും. നിങ്ങൾ എഴുതിയ ഇത് പിന്നെ സബ്മിറ്റ് ചെയ്യണ്ട കേട്ടോ. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിലൊക്കെ സബ്മിറ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് വൈവയുടെ ടൈമിൽ വാല്യൂ ചെയ്യും. എല്ലാ അസൈൻമെന്റും വൈവയുടെ ടൈമിൽ വാല്യൂ ചെയ്യും. ഒന്ന് പറഞ്ഞോട്ടെ, അസൈൻമെന്റ് മാർക്ക് ഡിലേ ആകുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എന്ത് തന്നെയായാലും മാർക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് അത് വൈവ സമയത്ത് നമ്മൾ വാല്യൂ ചെയ്ത് നമ്മൾ മാർക്ക് ഇടും. ഈവൻ മാർക്ക് കിട്ടിയിട്ടുള്ള അസൈൻമെന്റ് വിചാരിച്ചോളൂ, 10ൽ 10 കിട്ടിയെന്ന് വിചാരിച്ചോ, 10 പോയിന്റ്സും നിങ്ങൾക്ക് മുഴുവൻ പോയിന്റ്സും കിട്ടി. ആ അസൈൻമെന്റിനെ കുറിച്ച് വൈവ ടൈമിൽ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പ്രസന്റേഷനും കൂടെ നോക്കിയിട്ടായിരിക്കും അസൈൻമെന്റ് എന്നുള്ള സെഷനിൽ വൈവയിൽ മാർക്ക് ഇടുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല. പലപ്പോഴും വൈവയുടെ മാർക്ക് കിട്ടുമ്പോൾ കുട്ടികൾ പറയുന്ന ഒരു കാര്യം, എനിക്ക് അസൈൻമെന്റിന് ഫുൾ മാർക്ക് കിട്ടിയല്ലോ, എന്നിട്ട് വൈവയിൽ എന്താ കുറഞ്ഞെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. കുറഞ്ഞ മീൻസ് വേറൊന്നുമില്ല, നമ്മൾ അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് 100 മാർക്സിലെ 50 മാർക്കാണ് അസൈൻമെന്റ്, ബാക്കി 50 മാർക്ക് സർവേയും അതിന്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യലും അതിന്റെ പ്രസന്റേഷനുമാണ് ആ 50 മാർക്ക് വരുന്നത്. അപ്പൊ അസൈൻമെന്റിന്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈവായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നതും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും 50ൽ മാർക്ക് ഇടുന്നത്. ചിലപ്പോൾ 47, 48 അങ്ങനെ വരും. അത്രയും വരുമായിരിക്കും. 45 തുടങ്ങിയിട്ടൊക്കെ അങ്ങ് ആയിരിക്കും. പ്ലസ് സർവേ ചിലപ്പോ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സെൻസ്, ചിലപ്പോ 5 പേരെ കണ്ട് ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവും, റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ 50ൽ ഒരു 30 മാർക്സ് ഒക്കെയാ മാക്സിമം കൊടുക്കുള്ളൂ. അപ്പൊ ഓവറോൾ ആഡ് ചെയ്യുമ്പോൾ 45 കിട്ടിയ ഒരാളാകുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും? 75 മാർക്കല്ലേ കിട്ടുള്ളൂ. അപ്പൊ ഇവര് നോക്കുമ്പോൾ കാണുന്ന അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ്. ഞാൻ അസൈൻമെന്റ് എല്ലാം ചെയ്തല്ലോ, എനിക്ക് എന്താ എത്രയും മാർക്ക് എന്ന് എഴുതി. നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുള്ളൂ. ആ സ്പ്ലിറ്റപ്പ് അസൈൻമെന്റ് പ്രസന്റേഷനും കൂടെ കൺസിഡർ ചെയ്തിട്ടേ മാർക്ക് തരുള്ളൂ. നമുക്ക് എഴുതി എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആക്കാം. പക്ഷെ ആ കാര്യം നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം അതും കൂടെ ഒന്ന് ആലോചിച്ചോളൂ കേട്ടോ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ കുട്ടികളെ കൊണ്ടൊരു വർക്ക് ചെയ്യിക്കുന്നു. അവർ പേപ്പറിൽ ചിലപ്പോൾ അവരുടെ അമ്മയായിരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചേട്ടനായിരിക്കാം, ചേച്ചിയായിരിക്കാം, അച്ഛനായിരിക്കാം, നല്ല ഭംഗിയായി ചെയ്ത് കൊണ്ടുവരും. നമ്മൾ അങ്ങനെ നോക്കി ഒരു മാർക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കത് ജെനുവിൻ ആയിട്ട് തോന്നുന്നില്ല. അവരോട് അതിനെപ്പറ്റി ചോദിച്ചാൽ അവർ എത്രത്തോളം അത് മനസ്സിലാക്കിയെന്ന് കൂടെ അറിഞ്ഞിട്ട് അത് വാല്യൂ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? ഇനി ഇതിനകത്തൊന്നും ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഓക്കെ, സോ നമുക്ക് ബാക്ക് ടു ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, അതെല്ലാം കഴിഞ്ഞു. ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ.
പവർ ഓഫ് അറ്റൻഷൻ കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞേ? ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് വിൽ. ഡെവലപ്മെന്റ് ഓഫ് വിൽ നമുക്ക് 3 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ഇതാരാ ഒന്ന് റീഡ് ചെയ്യാം, മുഴുവനും വായിച്ചോളൂ. ചെറുതായിട്ട് വായിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു, ഇനി ഫുള്ള് നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഫസ്റ്റ് സ്റ്റേജ് മാത്രം വായിക്കാം. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്തോളൂ, നമുക്ക് അത് പറഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജ് അങ്ങനെ പോകും. ജസ്റ്റ് വായിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം, അതായിരിക്കും അത് ചിലപ്പോൾ എളുപ്പമായിരിക്കും വായിക്കുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നതാണ് നെക്സ്റ്റ്. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു കുട്ടിയുടെ. നമ്മൾ ഇനീഷ്യലി എന്താ ചെയ്തത്? കുട്ടിക്ക് ഒരു ഫ്രീഡം കൊടുത്തു, അവന് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ. അവനെ സംബന്ധിച്ച് വർക്കല്ല, ആക്ടിവിറ്റി, കളിക്കുവാണ്. പക്ഷെ അതിലൂടെ അവന്റെ പല കാര്യങ്ങളും ഡെവലപ്പ് ആകുവാണ്. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട കാര്യമാവുമ്പോൾ അവൻ വളരെ ശ്രദ്ധയോടുകൂടി, ചുറ്റുമുള്ള ഡിസ്റ്റർബൻസ് ഒന്നും അവനെ ബാധിക്കില്ല, വളരെ ശ്രദ്ധയോടുകൂടി അതിന് ചെയ്യും. അങ്ങനെ അവന് ഡെവലപ്പ് ആവുന്നത് പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. അങ്ങനെയായി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ ആദ്യം കുട്ടിക്ക് ഒരു ഡെമോ കാണിച്ചു കൊടുക്കും, ഇത് എങ്ങനെയാ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ ബ്രീഫ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഒറ്റത്തവണ കണ്ടതുകൊണ്ട് കുട്ടി ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ അത് കറക്റ്റ് ആവണമെന്നില്ല. സംടൈംസ് ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റാം. ഫോർ എക്സാമ്പിൾ, പിങ്ക് ടവർ സ്റ്റാക്ക് ചെയ്യാനായിട്ട് ചെറിയ കുട്ടിയെ ഏൽപ്പിക്കുമ്പോൾ വെച്ച് പോകുമ്പോൾ അവന് ചിലപ്പോൾ ഒരു ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവായിരിക്കും. കുറച്ച് നോക്കുമ്പോൾ അവന് മനസ്സിലാവും മാറിയെന്ന്. വേഗം എല്ലാം തിരിച്ചെടുത്തിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും അല്ലെ, സെയിം തന്നെ. അപ്പൊ അങ്ങനെ റിപ്പിറ്റേഷൻ, ത്രൂ റിപ്പിറ്റേഷനിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അവൻ അതിന്റെ കൺട്രോൾ കിട്ടുന്നത്. അത് കറക്റ്റ് ആവും ത്രൂ റിപ്പിറ്റേഷൻ. അപ്പൊ ഒരു ആക്ടിവിറ്റി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എത്ര മണിക്കൂർ വേണമെങ്കിലും ചെയ്യാനായിട്ട് കുഴപ്പമുണ്ടാവില്ല. അപ്പോ ആരെയും ഡിസ്റ്റർബ് ചെയ്യില്ല, അടുത്തുള്ളതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യില്ല. അങ്ങനെ അവനിൽ തന്നെത്താനെ ജനറേറ്റ് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യുവാണ് സെൽഫ് ഡിസിപ്ലിൻ. അവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ നിർബന്ധിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര വാശിയായിരിക്കും, ചിലപ്പോൾ ഫൈറ്റ് ചെയ്യും, ചിലപ്പോൾ ബഹളം ഉണ്ടാക്കും, ചിലപ്പോൾ കയ്യിലിരുന്ന സാധനം വലിച്ചെറിയും അല്ലെ. അപ്പം ദേഷ്യപ്പെട്ടോ ഷൗട്ട് ചെയ്തോ അവനെ പണിഷ് ചെയ്തോ ഒന്നും നമുക്ക് അവനെ അടക്കിയിരുത്താൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ചെയ്താലും അവനതങ്ങനെ സ്വയമേ അങ്ങനെ ആവില്ല. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട കാര്യമായതുകൊണ്ട് അവന് ഡിസിപ്ലിൻ തന്നെ, ആ ഡിസിപ്ലിൻ വരുന്നു. ഓക്കെ, ഈ സെൽഫ് ഡിസിപ്ലിൻ വന്നു കഴിയുമ്പോൾ, അതായത് അവനെ സംബന്ധിച്ച് അവനൊരു ടൈം കൊടുത്തു, അവനൊരു സ്പേസ് കൊടുത്തു, അവന് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് അവന്റെ കയ്യിൽ കൊടുത്തു, എത്ര നേരം വേണമെങ്കിലും അവനിട്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡവും കിട്ടി. ആരും അവനെ അവിടെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് വന്നില്ല. സോ അവന്റെ ഡിസിപ്ലിൻ വന്നു. അപ്പൊ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത ആളോട് അവന് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. അപ്പം അവൻ ഒബേ ചെയ്യാൻ തുടങ്ങും, പിന്നെ നമ്മളെ ഫോളോ ചെയ്യും. അതാണ് തേർഡ് സ്റ്റേജിൽ വരുന്നത്. കുട്ടി പറയില്ലേ, ഞാൻ അമ്മ പറഞ്ഞാൽ കേൾക്കാം, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞാൽ കേൾക്കാം, അല്ലെങ്കിൽ അമ്മമ്മ പറഞ്ഞാൽ കേൾക്കാം. അങ്ങനെ ആരാണോ കുട്ടിയുടെ രീതിക്ക് നിൽക്കുന്നത്, നമ്മൾ പലപ്പോഴും അതിനെ കുട്ടിയെ വഷളാക്കുന്നു എന്നുള്ള രീതിയിൽ അവരെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാറുണ്ട്. അങ്ങനെ ആകുന്ന കേസസ് ഉണ്ട്. പക്ഷെ അവര് കുട്ടിക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവൻ എന്ത് വേണം ആ ഒരു പ്രായത്തിൽ ആ രീതിയിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുക. അപ്പോ ഈ പറഞ്ഞ വഷളാവുന്നൊന്നുമില്ല. മറ്റേത് വഷളാവുന്നല്ല, കുട്ടി വളരുന്നത് തന്നെയാണ്. അവന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന അവന്റെ ഡിസിപ്ലിൻ, ഒബീഡിയൻസ്, അറ്റൻഷൻ എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു, അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ഇനി വായിച്ചു. Development of will. Through repeated work, the child will slowly create will. As he repeats his work many times over a period of time, he gains power over his own actions. The child then moves to the second stage, that is accepting self-development as a way of life. After accomplishing self-discipline as a way of life, the child reaches the third stage of the development will involving the power of serve. Thus, Montessori observed 3 stages of development. First stage, repetition. The child has a basic inner urge that directs him towards determined activities. He does not consciously direct his will. The child begins the repetition of an activity several times without obvious reason to an end. However, internally his repetition assists him in his psychic development. It is important to note that, however trivial his achievement may be to an adult, but for the child, he is acquiring control over himself and the surroundings. In a short time, he will be a master of the environment himself. Constant interruption by an adult will have an
disturbing effect on his psychic development, especially in terms of his self-concept. As the child sustains making his own decisions and movement in the environment, he slowly moves from an unconsciousness stage into consciousness. This is a slow process and it develops through his conscious contact with the environment. As the child begins to have activity in his environment at his own conscious dictate, he will continue to encourage. The child will is gradually developed as he endeavors to adapt to the limits of his chosen task. അടുത്തത് വായിക്കണോ മാം? ഓക്കെ ആണെങ്കിൽ വായിച്ചു, അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞിട്ട് വയ്ക്കാം. എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. ഞാനിപ്പോ ഒന്ന് ബ്രീഫ് ചെയ്തില്ലേ, എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? നോ ടെൻഷൻ. മോണ്ടിസോറി പറയുന്നു, കുട്ടിയുടെ മനഃശക്തി എന്ന വിൽ പവർ എന്നത് പെട്ടെന്ന് രൂപപ്പെടുന്ന ഒന്നല്ലെന്നും അത് വളരുന്നത് ആവർത്തിച്ചുള്ള പ്രവർത്തനത്തിലൂടെയും സ്വയം ചെയ്യുന്ന അനുഭവങ്ങളിലൂടെയുമാണെന്നാണ്. കുട്ടി ഒരു പ്രവർത്തനം പലതവണ ആവർത്തിക്കുമ്പോൾ അവൻ തന്റെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. ഈ ആവർത്തനം അവനിൽ ആന്തരിക ശക്തി, ആത്മനിയന്ത്രണവും ആത്മവിശ്വാസവും വളർത്തുന്നു എന്ന്. സമയത്തിനൊപ്പം കുട്ടിക്ക് തന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രണം ലഭിക്കുകയും സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് വിൽ പവർ എന്ന മനഃശക്തിയുടെ രൂപവൽക്കരണം. മോണ്ടിസോറി ഇത് മനഃശക്തിയുടെ 3 ഘട്ടങ്ങളായി വിശദീകരിക്കുന്നു. ഫസ്റ്റ് സ്റ്റേജ് റെപ്പിറ്റീഷന്, ആവർത്തനം. കുട്ടിക്ക് അകത്തു നിന്നും വരുന്ന ഒരു സ്വാഭാവിക പ്രേരണയുണ്ട്. അവന് ഒരു പ്രവർത്തനം വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വളർന്ന് മുതിർന്നവർക്ക് ആ പ്രവർത്തനം എത്ര ലളിതമോ ചെറിയതോ ആയി തോന്നിയാലും ആ പ്രവർത്തനം ആവർത്തിക്കുന്നത് കൊണ്ട് കുട്ടി തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നു, ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നു, ഏകാഗ്രത നേടുന്നു, ആത്മവിശ്വാസം നേടുന്നു. ഈ ഘട്ടത്തിൽ തുടരുന്ന ആവർത്തനം കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്കും വ്യക്തിത്വ വികസനത്തിനും അത്യന്താപേക്ഷിതമാണ്. അതിനാൽ ഒരു കുട്ടി ശ്രദ്ധയോടെ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ മുതിർന്നവർ ഇടപെടുകയും തടസ്സപ്പെടുത്തുകയും വേഗം തീർക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കണം. കാരണം ആ ഇടപെടൽ കുട്ടിയുടെ മനഃശക്തി വികസനത്തെ തകരാറിലാക്കും എന്നാണ്. ഓക്കെ മാം, അതിന്റെ സാരാംശം പറയണോ? എന്താ അറിയാന്ന് പറഞ്ഞോളൂ, എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. വിൽ പവർ സ്വയം ആവർത്തിച്ചും മാത്രമേ വികസിക്കൂ. കുട്ടി ഒരേ പ്രവർത്തനം പലതവണ ആവർത്തിക്കുമ്പോൾ അവന് സ്വയം നിയന്ത്രണം അഭ്യസിക്കുന്നു. ഈ ആവർത്തനമാണ് അവന്റെ ശ്രദ്ധയും ആത്മവിശ്വാസവും വളർത്തുന്നത്. അതുകൊണ്ട് മുതിർന്നവർ അതിനെ തടസ്സപ്പെടുത്താതെ ആണ് ഏറ്റവും നല്ല സഹായം നൽകേണ്ടത്. ഓക്കെ മാം. സോ ഡെവലപ്മെന്റ് ഓഫ് വില്ലിലെ റിപ്പീറ്റേഷൻ, അത് നമ്മൾ പറയുമായിരുന്നു. അതായത് റിപ്പീറ്റ് ചെയ്യുമ്പോഴോറും അവന് കോൺഫിഡൻസ് കൂടുക. കാരണം അവൻ തന്നെ അവന്റെ എറർ കറക്റ്റ് ചെയ്യുന്നു. അപ്പൊ അവനൊരു യെസ് ഐ ആം ഗുഡ് എന്നുള്ളൊരു ഫീല് എന്തായാലും വരും. ഞാനിത് ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ. പലപ്പോഴും കുട്ടികള് പരിസരം പോലും മറന്ന് ഭയങ്കരമായിട്ട് കൂകി വിളിച്ച് കൈകൊട്ടി ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഒരു കുട്ടിക്ക് ആ ഒരു സെൽഫ് കോൺഫിഡൻസ്, അവന്റെ ആ ഒരു പേഴ്സണാലിറ്റി എല്ലാം ഡെവലപ്പ് ചെയ്തത് അവൻ അങ്ങനെ ഒരു എൻവിയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ്. അവന് തടസ്സങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ അവന്റെ ഡെവലപ്മെന്റ് ഓരോ സ്റ്റേജിലും നമ്മൾ അവന് വേണ്ടുന്ന ഒരു എൻവിയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുട്ടി പോകുന്ന വഴിയിലെല്ലാം ആ ഒരു എൻവിയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന്റെ മീനിങ്, കുട്ടി പോകുന്ന വഴിയിൽ കല്ലുമുള്ളെല്ലാം എടുത്ത് കളഞ്ഞ് നമ്മൾ അവന് സ്മൂത്ത് ആയിട്ട് അവന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അവൻ എല്ലാ ടഫ്നെസ്സും മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അതായത് ഇപ്പൊ പിങ്ക് ടവർ അവൻ സ്റ്റാക്ക് ചെയ്യാണ്. അവൻ സ്റ്റാക്ക് ചെയ്തപ്പോ ഏതോ ഒരു സ്റ്റെപ്പിലെത്തിയപ്പോഴേക്കും അത് കറക്റ്റ് അല്ല വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി നമ്മൾ ഓടിച്ചെന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. ലെറ്റ് ഹിം, അവനത് ചെയ്യട്ടെ. അവനത് റിപ്പീറ്റ് ചെയ്ത് അവനത് കറക്റ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് ഇവന്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ത്രൂ റിപ്പീറ്റേഷൻ അവനിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതെല്ലാം ഇങ്ങനെ ഗ്രാജുവലി ആണ് കേട്ടോ, പെട്ടെന്നൊന്നും അല്ല ഈ ചേഞ്ചസ് വരുന്നത്. നമ്മൾ വിചാരിക്കും മോണ്ടിസോറി എൻവിയോൺമെന്റിൽ നമ്മൾ ഇതുപോലെ ഒരു എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടികൾ പെർഫെക്റ്റ് ആയി മാറും എന്നുള്ള രീതിയിലല്ല. അവിടെ സമയമെടുത്ത് അവിടെ പേഷ്യൻസ് നമുക്ക് വേണം. ഇപ്പൊ ഒരു കുട്ടി 2 ദിവസം കൊണ്ട് ഭയങ്കര എല്ലാം ആക്ടിവിറ്റി നല്ല രീതിയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നില്ല. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. യുണീക്ക് ആണ് കുട്ടികൾ. അടുത്ത കുട്ടി ചിലപ്പം
2 ആഴ്ച പിടിക്കുമായിരിക്കും, ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ 2 months. ആദ്യമായിട്ട് മറിയ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്ത കാസാഡെ ബാമ്പിനിയിൽ കുട്ടികൾക്ക് 3-4 months ഒക്കെ എടുത്തു അവരൊന്ന് ശരിയായി വരാൻ. കാരണം അവര് വന്നിരുന്ന ആ ഒരു എന്താ പറയാ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയായിരുന്നു. അതുപോലെ വയലന്റ്, അഗ്രസീവ് ആയിട്ടുള്ള അൺഹെൽത്തി ഹാബിറ്റ്സും ഹൈജീൻ അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന കുറെ ഗ്രൂപ്പ് ഓഫ് കുട്ടികളായിരുന്നു വന്നത്. അപ്പൊ അവരെ അവിടുത്തെ ആ ഒരു എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റഡ് ആകാൻ തന്നെ സമയമെടുത്തു. അവര് കണ്ടിട്ടില്ല, ഇതുപോലെ അടുക്കും ചിട്ടയും കണ്ടിട്ടില്ല, ഇതുപോലെ ഹൈജീനിക് ആയിട്ടുള്ള പ്ലേസ് അവർക്ക് അറിയില്ല. ഹൈജീൻ ആയിട്ട് എങ്ങനെയാണ്, ചെറിയ കുട്ടികളാണല്ലോ, അവരൊന്നും കണ്ടിട്ടില്ല. അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒന്നും അവരുടെ ആ ഒരു ഏരിയയിൽ ഉണ്ടായില്ല. പിന്നെ ഈ ഒരു എൻവയോൺമെന്റിലൂടെ അവർ കടന്നു പോയപ്പം അവരിലുണ്ടായിരുന്ന മാറ്റം അത് വളരെ അമേസിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മെത്തേഡിന് ഇത്രയും വേൾഡ് വൈഡ് ഇത്രയും പോപ്പുലാരിറ്റി വന്നതും എത്ര വർഷങ്ങൾക്ക് ശേഷവും അത് നിലനിൽക്കുന്നതും അത് കൂടുതൽ അപ്ഗ്രേഡഡ് ആകുന്നതും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പാരന്റ്സ് ഒത്തിരി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു മെത്തേഡ് മതി എന്നുള്ള രീതിയിൽ പാരന്റ്സും മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ഇനി വായിക്കാലോ. ഫസ്റ്റ് സ്റ്റേജിൽ എനിക്ക് അറിയിട്ടൊന്നും പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ ആണ് സെക്കൻഡ് സ്റ്റേജ്. കുട്ടികളെ ചില പാരന്റ്സ് വീടുകളിൽ അടക്കിയിരുത്തുന്ന ഒരു മെത്തേഡ് അല്ലേ, വടിയൊക്കെ പിടിച്ച് പേടിപ്പിച്ചൊരു മൂലയിൽ കൊണ്ടിരുത്തും ചില സമയത്ത്. റൂമിനകത്തൊക്കെ അടച്ചിടുന്ന ആ ടൈപ്പ് പാരന്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയല്ല ഒരു കുട്ടിയില് ഡിസിപ്ലിൻ വരേണ്ടത് എന്നുള്ള രീതിയിൽ മറിയ മോണ്ടിസോറി അവരുടെ മെത്തേഡിലൂടെ കാണിക്കുവാണ്. സെക്കൻഡ് സ്റ്റേജ് വായിച്ചോളൂ ആരെങ്കിലും. Second stage, development of self-discipline. The child will acquire further independence and power over himself through work. Gradually, the child goes into the second stage in the development of the will, that is, self-discipline as a way of life. In this stage, the child makes his own decision in his activity and obtains the responsibility as he makes conscious creative use of his capabilities and understands the responsibility. This leads him to self-knowledge and self-possession. For example, in a simple pouring exercise, he pours all the beans into a jug, knowing that he should not spill any beans in the tray, and yet accepting the result with responsibility by picking the spoiled beans into the jug and putting it back on the shelves before going to another activity. ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു എക്സാമ്പിൾ അതിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം പറയാമോ? സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് ഒരു ബീൻസ് ഒരു ജഗ്ഗിലേക്ക് പോർ ചെയ്യുന്ന, ഒരു കണ്ടെയ്നറിലേക്ക് പോർ ചെയ്യുന്ന എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ട്രേ, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രേ പ്രൊവൈഡ് ചെയ്യും. അതിന്റെ മുകളിൽ ജഗ് വെച്ച് ബീൻസ് അതിലേക്ക് ഇടണം. കാരണം ബീൻസ് അഥവാ സ്പിൽ ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോയാലും ആ ട്രെയിൽ തന്നെ വീഴണം. കുട്ടിക്ക് അത് കൗണ്ട് ചെയ്ത് ആ ബീൻസ് ആ ജഗ്ഗിലേക്ക് ഇടാം. അപ്പൊ അവന്റെ മനസ്സിൽ നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്യുമ്പോൾ ഇത് സ്പിൽ ഔട്ട് ആവില്ല, ആ ഒരു ഇതിലായിരിക്കും കുട്ടി പോർ ചെയ്യുന്നത് വീണ്ടും. അപ്പൊ ഫസ്റ്റ് ടൈം ചെയ്തപ്പം കുറെ ബീൻസ് പോയിട്ടുണ്ടാകാം, സെക്കൻഡ് ടൈം ചെയ്തപ്പം അത് കുറഞ്ഞു വന്നിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ അവനുള്ള റിപ്പീറ്റേഷനിലൂടെ അത് ആകുന്നു. അതുപോലെ തന്നെ അവൻ ഡിസിപ്ലിൻ, ഞാൻ ശ്രദ്ധിക്കണം എന്നൊരു തോന്നൽ വരും. അത് സ്പിൽ ഔട്ട് ആകാതിരിക്കാൻ നമ്മള് ജഗ്ഗില് വെള്ളം നിറയ്ക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ കണ്ടെയ്നേഴ്സിലേക്ക് പൾസസ്, ബീൻസ് ഇതൊക്കെ ഫില്ല് ചെയ്യുമ്പോഴും അവരെ ശ്രദ്ധിക്കുവാണ്. ദാറ്റ് മീൻസ് അവരിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ജനറേറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ ചെയ്യുന്നത്, സോ ഡെഫിനറ്റ്ലി അവരത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യും. അതാണ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. അവന്റെ ഇന്നർ ഗൈഡ് അവനെ ഡയറക്റ്റ് ചെയ്യുവാണ് ഇങ്ങനെ പതുക്കെ. ഫസ്റ്റ് നമ്മളെ പോലെയല്ല കുട്ടികൾ, അവർക്ക് അറിയില്ല ഓരോ ടാസ്കിനും എത്ര ഫോഴ്സ് വേണമെന്ന് അവർക്കറിയില്ല. അവരവരുടെ മാക്സിമം എഫേർട്ട് എടുത്തായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആസ് ആൻ അഡൾട്ട് നമുക്കറിയാം ഒരു ജഗ്ഗില് വെള്ളം നിറയ്ക്കുമ്പോൾ എത്രത്തോളം ഫോഴ്സ് വേണം, അല്ലെങ്കിൽ ഇതുപോലെ കണ്ടെയ്നറിലേക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്യുമ്പോൾ എത്രത്തോളം ഫോഴ്സ് വേണം, ഒരു ടേബിൾ പുഷ് ചെയ്യാൻ എത്രത്തോളം ഫോഴ്സ് വേണം, ഒരു ചെയർ പുഷ് ചെയ്യാൻ എത്രത്തോളം ഫോഴ്സ് വേണം, ഒരു ചെയർ എടുത്ത് വേറൊരു പ്ലേസിലേക്ക് മാറ്റിയിടാൻ. അങ്ങനെ നമുക്ക് വി നോ ദാറ്റ് ഈ ഒരു ഫോഴ്സിന്റെ ആ ഒരു ഹൗ മച്ച് ഫോഴ്സ് ഷുഡ് എക്സേർട്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കുട്ടികൾ അവരുടെ മാക്സിമം എഫേർട്ട് എടുത്താണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അതാണ് പലപ്പോഴും സ്കൂളുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്.
കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ ലൈനായിട്ട് പോകുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവർക്ക് സ്പീഡൊക്കെ കൂടുമ്പോൾ മുന്നിലുള്ള ആളെ പതുക്കെ ഒന്ന് പുഷ് ചെയ്യും. പതുക്കെ എന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ, അവർ ഭയങ്കര ഫോഴ്സിലായിരിക്കും പുഷ് ചെയ്യുന്ന, കുട്ടികൾ വീഴും. അപ്പോ പറയുന്നത് എന്താ, ഇവൻ തള്ളിയിട്ടു ആക്ച്വലി. സോ കുട്ടി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. അവൻ പറയും എനിക്ക് അറിയില്ല. അപ്പൊ ടീച്ചർ തന്നെ ചോദിക്കുന്നത് കള്ളം പറയുന്നു. ബട്ട് ആക്ച്വലി അവൻ കള്ളം പറയുന്നതല്ല, അവന് മനസ്സിലായില്ല, അവൻ അത്രയും ഫോഴ്സ് കൊടുത്തു എന്നുള്ളത് അവന് മനസ്സിലായില്ല. ഈ സെഡ് ലൈക്ക് ഐ ഡോണ്ട് നോ. ഇത് നമുക്ക് 10th യൂണിറ്റിൽ വരുന്നുണ്ട് മോണ്ടിസോറി ടേംസിൽ. അതിൽ ഈ കുട്ടികളുടെ എനർജിയെ പറ്റിയാണ് പറയുന്നത്. ആ ഉള്ളിലുള്ള എനർജി, ആ ഒരു ഫോഴ്സ് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ക്രൗഡഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതെല്ലാം കൂടെ യോജിച്ച് വന്ന് ഈ ഒരു കാര്യത്തിന് ഇത്ര ഫോഴ്സ് എന്നുള്ള രീതിയിലൊന്നും അതിനായിട്ടില്ല. പല പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ഡിസോർഡർ ആയിട്ടായിരിക്കും കിടക്കുക. അതാണ് കുട്ടികൾ ചില സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും നീ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് എനിക്ക് അറിയില്ല എന്നുള്ള മറുപടി പറയാനേ കുഞ്ഞിനെ അറിയുള്ളൂ. കള്ളം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനല്ലാന്നോ എനിക്കറിയില്ല എന്നായിരിക്കും കുട്ടി പറയാ. അപ്പം അവരെ അപ്പൊ തന്നെ നമ്മൾ പേടിപ്പിക്കുന്നത് ആ ഒരു ചോദ്യം ചോദിച്ചിട്ടായിരിക്കും. ആക്ച്വലി ദേ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻഡ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് ശരിക്കും അറിയില്ലാഞ്ഞിട്ട് തന്നെയാണ് അവർ അറിയില്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മള് സെൽഫ് ഡിസിപ്ലിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സെൽഫ് ഡിസിപ്ലിൻ അവരങ്ങനെ പലതവണ, ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു റിപ്പീറ്റേഷൻ, അങ്ങനെ പലതവണ ചെയ്തു. ആ ആക്ഷനിൽ അവർക്ക് കൺട്രോൾ വരുവാണ്. സോ അവര് ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു മാനർ, ഡിസിപ്ലിൻ മാനർ അവരിൽ ഫോം ചെയ്തു. നെക്സ്റ്റ് തേർഡ് സ്റ്റേജ് ഒബീഡിയൻസ്. Please. Third stage. Third stage. Yes. Fourth stage, obedience. After achieving self-discipline, the child moves to the third stage in the development of will. That is the power to obey. Again, it is a slow process and shows itself spontaneously and unexpectedly at the end of a long process of maturation. This is now controlled intelligent obedience. The child enjoys turning his power of obedience towards serving someone else. Children learn best in an environment that connects freedom with self-discipline. True freedom cannot exist without self-discipline and the development of skills for independent thought and action. ഓക്കെ, എന്തെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ എക്സ്പ്ലെയിൻ. ഞാൻ പറയാം. യെസ്, ഒബീഡിയൻസ് അല്ലെ, കുട്ടി അനുസരണം. ഞാൻ നിന്നെ അനുസരണ പഠിപ്പിക്കും. ഇതാണ് പാരന്റ്സ് കുട്ടികളോട് പലപ്പോഴും പറയണം. ഞാൻ നോക്കട്ടെ നിന്നെ എങ്ങനെ അനുസരണ പഠിപ്പിക്കാം. നമ്മൾ ആരാ അവരെ അനുസരണ പഠിപ്പിക്കാൻ? അതുവരെ തന്നെ പഠിച്ചോളൂ. അതാണ് ഈ വരുന്ന തേർഡ് സ്റ്റേജ് ഒബീഡിയൻസ്. ആ ഒരു നമ്മളാണ്, പക്ഷെ അത് നമ്മൾ ഡയറക്ട്ലി അല്ല ചെയ്യുന്നത്, നമ്മൾ അതിന് വേണ്ടുന്ന ഒരു എൻവയോൺമെന്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ബട്ട് ബാഡ് എന്നുള്ളൊരു കാര്യം വരുമ്പോ ആ ഇൻസ്റ്റന്റിൽ തന്നെ നമ്മൾ ഇടപെടുകയും ചെയ്യണം. അത് അതിനുള്ള ലിമിറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്യണം. ഫ്രീഡം കൊടുത്തു, എന്ത് വേണേലായിക്കോട്ടെ, ആ രീതിയിലുള്ള ഒരു പാരന്റിങ് അല്ല. എവിടെ ഒരു ഈവിൾ എന്നുള്ളത് കാണുന്നു നമ്മൾ ആ സമയത്ത്, അത് എല്ലാ ഏജിലും, ചെറിയ പ്രായത്തിൽ അവർക്ക് അറിയില്ല വാട്ട് ഈസ് ഗുഡ് ആൻഡ് ബാഡ് എന്നുള്ളത്. അവർക്ക് ബാഡ് മനസ്സിലാക്കാനായിട്ട് അവർ അറിഞ്ഞു തന്നെ ഉണ്ടാവില്ല. അപ്പം ആ സമയത്ത് നമ്മുടെ ഗൈഡൻസ് തന്നെ വേണം. ഓക്കെ, സോ തേർഡ് സ്റ്റേജ് ഒബീഡിയൻസ്. ഈ തേർഡ് സ്റ്റേജിലേക്ക് പോകുന്നു അല്ലെ, ആ ഡെവലപ്മെന്റ് ഓഫ് വില്ലില് എങ്ങനെ ഒബേ ചെയ്യണം എന്നുള്ളത്. ഇതൊരു സ്ലോ പ്രോസസ് തന്നെയാണ്, വളരെ സ്ലോ പ്രോസസ്സാണ്. ഇനീഷ്യലി ഒബീഡിയൻസ് ഒന്നും നടക്കണമെന്നൊന്നുമില്ല, വളരെ സ്ലോ പ്രോസസ്, ബട്ട് സ്പോണ്ടേനിയസ്ലി അൺഎക്സ്പെക്ട്ലി അറ്റ് ദ എൻഡ് ഓഫ് എ ലോങ് പ്രോസസ് ഓഫ് മെച്ചുറേഷൻ. നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ ചെല്ലുന്നു, ചെറിയ കുട്ടികള് പെട്ടെന്ന് നമ്മളോട് അടുക്കും. ചില കുട്ടികള് അങ്ങനെ അടുക്കില്ല, കുറെ ടൈം എടുക്കുമായിരിക്കും അവർക്ക്. നമ്മളോട് അടുക്കുന്ന കുട്ടികൾ പെട്ടെന്ന് തന്നെ അവര് നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അവർക്ക് ഒബേ ചെയ്യുന്നതിന് ഒരു മടി ഉണ്ടാവില്ല. അപ്പം മറ്റുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ സമയമെടുക്കും. പിന്നെ ഈ ഒബീഡിയൻസ് എല്ലാ സമയത്തും ഒരേപോലെ വരണമെന്നില്ല കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും അതവരെ ഡിസ്റ്റർബ് ചെയ്യും. പക്ഷെ നമുക്ക് ആ സമയത്ത് അവരെ ഇഷ്ടമുള്ള കാര്യം കുറെ സമയം ചെയ്യണം, ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. പക്ഷെ നമുക്ക് കുറെ സമയം കഴിയുമ്പോൾ ഒരു ഇന്റർവെൻഷൻ വേണം. കാരണം കുട്ടി അങ്ങനെ കണ്ടിന്യൂസ്, ലഞ്ച് ടൈം ആയി, കുട്ടി നിർത്തുന്നില്ല. പക്ഷെ ലഞ്ച് എന്നുള്ളത് ഇമ്പോർട്ടൻസ് തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഇന്റർവെൻഷനാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ.
അപ്പൊ ഇത് ഈ ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിനും ഒബീഡിയൻസും ഇതെല്ലാം ശരിക്കും കുട്ടിയുടെ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് തന്നെയാണ്. ആ ഒരു നമ്മൾ പവർ ഓഫ് അറ്റൻഷൻ, ഇൻഡിപെൻഡന്റ് ആയി പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് ഡിസിപ്ലിൻ ജനറേറ്റ് ചെയ്തു, ഒബീഡിയൻസ്, അവൻ ഒബീ ചെയ്യാൻ തുടങ്ങി കാര്യങ്ങളെ, അതെല്ലാം ഇന്റലിജൻസിന്റെ ഭാഗമാണ്. എന്നുവെച്ചാൽ അവന്റെ ബുദ്ധിയുമായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ് കുട്ടിയുടെ എല്ലാ ആക്ഷൻസും. ഓക്കെ, അപ്പൊ ഫ്രീഡം കൊടുത്തിട്ടാണ് നമ്മൾ തുടക്കം. എന്താണ്? കുട്ടിയെ ഫ്രീ ആക്കി, ഇൻഡിപെൻഡന്റ് ആക്കി, ഫ്രീഡം കൊടുത്തു. അതാണ്, അതിൽ നിന്നാണ് എല്ലാം. ആ ഫ്രീഡം കൊടുത്തതിന്റെ ഫ്രൂട്ട്സ് ആണ് സെൽഫ് ഡിസിപ്ലിൻ, ഒബീഡിയൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു ഫ്രീഡം, ലിബർട്ടിയിൽ നിന്നും കിട്ടിയ ഒരു അതിന്റെ റിസൾട്ട് ആണ് സെൽഫ് ഡിസിപ്ലിൻ, ഒബീഡിയൻസ് എന്ന്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. ഒന്ന് കറക്റ്റ് 11:30 ക്ലാസ് എടുത്തു കേട്ടോ, കാരണം വേറൊന്നുമല്ല, എനിക്ക് 11:30 ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ്. ജസ്റ്റ് നമുക്ക് ഈ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ് ഒന്ന് വായിച്ചിട്ട് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യൂ, റിലേറ്റ് ചെയ്യൂ. ആൻഡ് ഇഫ് യു വിഷ് ടു ലീഡ് ദ ക്ലാസ്, യു ക്യാൻ ലീഡ് ദ ക്ലാസ്. ഓക്കെ, പ്ലീസ് ആരെങ്കിലും വേഗം വായിക്കാം. Development of intelligence. Intelligence is the ability to learn or understand things and deal with new difficult situations. In other words, it is the ability of the child to know his environment, the mental ability to coordinate different annotations and act accordingly in different situations. The starting point of intellectual development is the consciousness of difference or distinction in his environment. The child makes understanding through his 5 senses, and he must organize these perceptions to make a mental order of his environment. To help the development of brilliance is to help put images of consciousness in order. So, the basis of intelligence development is the emotional impression that the child gets while he collaborates with his environment. At infancy, the child absorbs a lot of impressions unconsciously, and then it turns to conscious knowledge as he grows. So, at the stage of intelligence development, the child needs refinement of senses, that is, more activities which will improve the impression through the senses. The activities should bring order and system to all the sensorial impressions the child receives. The child should be led to study qualities such as length, breadth, height, color, texture, weight, size, etc. Full, varied, and ordered sensorial exercises are the best preparation for the higher life of the ability in the child's years to come. നമ്മള് മോണ്ടിസോറി മെത്തേഡ് ഒരു സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ്. ത്രൂ ഓൾ ദ സെൻസ് ഈ കുട്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു. അങ്ങനെയാണ് സെൻസസ് യൂസ് ചെയ്തിട്ടാണ് കാണുന്നത്, കേൾക്കുന്നത്, ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ഹൈറ്റ്, കളർ, വെയിറ്റ്, ടെക്സ്ചർ, ഇതെല്ലാം സെൻസസ് യൂസ് ചെയ്താൽ മാത്രമാണ് മനസ്സിലാകുന്നത് അല്ലേ. ചില കളർ നമുക്ക് കണ്ടാലാണ് കളറിന്റെ ബ്രൈറ്റ്നസ് കുറവാണെങ്കിൽ അങ്ങനെ. വെയിറ്റ് നമുക്ക് കയ്യിലെടുത്ത് നോക്കിയാലാണ് വെയിറ്റ് അറിയാൻ പറ്റുള്ളൂ. സൈസ്, പിന്നെ ടെക്സ്ചർ, അതിന്റെ സ്മൂത്ത് ആണോ റഫ് ആണോ തൊട്ട് നോക്കണം. എല്ലാം സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ് ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മോണ്ടിസോറി മെത്തേഡ്. അപ്പൊ ത്രൂ ആ എക്സസൈസിലൂടെയാണ് കുട്ടികളിൽ ഈ കാര്യങ്ങളെല്ലാം, ഈ ഐഡിയാസ് എല്ലാം വരുന്നത്. അപ്പൊ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് ത്രൂ സെൻസോറിയൽ എഡ്യൂക്കേഷൻ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ പ്ലീസ്? Good morning all. Today we'll learn about stages of development of will. Thank you Jishama for your informative class. Thank you my batchmates for your attention. See you all next class. This is Ajna signing out. Okay, thank you so much. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.